വ്യോമസേനയ്ക്ക് കരുത്ത് പകർന്ന് റഫാൽ യുദ്ധവിമാനങ്ങൾ സേനയുടെ ഭാഗമായി. ഹരിയാനയിലെ അംബാല വ്യോമനത്താവളത്തിലായിരുന്നു ചടങ്ങുകൾ. എയർഫോഴ്സിന്റെ 17ാം സ്ക്വാഡ്രന്റെ ഭാഗമായാകും റഫാൽ യുദ്ധവിമാനങ്ങൾ ഇനി പ്രവർത്തിക്കുക. ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ലോറൻസ് പാർലിയും പങ്കെടുത്തു. വിവിധ മതപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന സർവധർമ്മ പൂജയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് ജലപീരങ്കി അഭിവാദ്യവും റഫാൽ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും നടന്നു. During the right turn, there will be a change from inverted wine glass to India formation, making an English letter I. This I stands for these indigenously developed helicopters and to the advanced light aircraft Tejas. So, ladies and gentlemen, from your right, sarangs coming in, India formation. Sarang 2 is being captained by Wing Commander Sridhar, or Shri as we know him. He is the new team Wing Commander Niket Tiwari, who is fondly known as Nike. വിവരങ്ങളുമായി ജോയി തമലം ചേരുന്നു. ജോയി, നമ്മുടെ രാഷ്ട്രീയ വിവാദങ്ങളുടെ കൂടെ ഭാഗമായിട്ട് ഉള്ളൊരു പേരായതുകൊണ്ട് അങ്ങേയറ്റം പരിചിതമാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക്. രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വലിയ തോതിൽ ആവർത്തിക്കപ്പെട്ട പേരാണത്. ഇപ്പോഴത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ട് വ്യോമസേനയ്ക്ക് കരുത്ത് നൽകുന്ന യഥാർത്ഥ യുദ്ധവിമാനങ്ങളായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എത്രക്ക് ഗംഭീരമായിരുന്നു ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, ഇപ്പോൾ ആകാശത്ത്, അംബാലയുടെ ആകാശത്ത് നമ്മൾ കാണുന്ന തേജസ് വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനമാണ്. അല്പം മുമ്പായിരുന്നു റഫേൽ വിമാനങ്ങൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. സർവമത പൂജയോടെയാണ് ഔദ്യോഗികമായി റഫേൽ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ഉൾപ്പെടുത്തിയത്. 5 വിമാനങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. 36 വിമാനങ്ങൾ വാങ്ങാനാണ് 58,000 കോടിയുടെ കരാർ ഒപ്പിട്ടിട്ടുള്ളത്. 87ാം വ്യോമസേനാ ദിനത്തിലാണ് ഇന്ത്യ റഫേൽ വിമാനം ഏറ്റുവാങ്ങിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. റഫേൽ യുദ്ധവിമാനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല എന്ന വിമർശനങ്ങൾക്ക് ഇടയിലാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ കേന്ദ്രം വാങ്ങിയത്. എന്നാൽ നിരവധി ചർച്ചകൾക്കും ഇന്ത്യൻ വ്യോമസേന നൽകിയ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള വിമാനങ്ങളാണ് വാങ്ങിയത് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. 2016 ഇന്ത്യ റഫേൽ യുദ്ധവിമാന കരാർ ഫ്രാൻസുമായി ഒപ്പിട്ടത്. കരാർ പ്രകാരം 36 വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കും. ഇന്ന് വർണ്ണശബളമായ, തീർത്തും ആവേശഭരിതമായ കാഴ്ചയാണ് നമുക്ക് അംബാലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ജലപീരങ്കി അഭിവാദ്യം നടന്നു, സർവമത പ്രാർത്ഥന നടന്നു. തുടർന്നാണ് ശരി ജോയി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുകയാണ്. അതിലേക്ക് आज रफेल इंडक्शन सेरेमनी में सर्वप्रथम मैं फ्रांस की ऑनरेबल डिफेंस मिनिस्टर फ्लोरेंस पार्ली का अपनी ओर से और अपनी देशवासियों की तरफ से हार्दिक स्वागत करता हूं। इस इवेंट में आपकी ऑगस्ट प्रेजेंस वर्षों से चली आ रही हमारी मजबूत डिफेंस पार्टनरशिप को दर्शाती है। इंडियन एयरफोर्स में अत्याधुनिक कम्बैट एयरक्राफ्ट रफेल के इंडक्शन के अवसर पर आप सभी के बीच आकर मुझे बेहद खुशी है। एयरफोर्स का शामिल होना एक एवं ऐतिहासिक क्षण है और हम सब देशवासियों के लिए इस ऐतिहासिक पल का गवाह बनना एक गौरव का विषय है।
इस अवसर पर मैं हमारी आर्म्ड फोर्सेस सहित समस्त देशवासियों को हार्दिक बधाई और शुभकामनाएं देता हूं। साथियों, राफेल का इंडियन एयरफोर्स के बेड़े में शामिल होना भारत और फ्रांस के बीच के प्रगाढ़ संबंधों को भी यह दर्शाता है। भारत और फ्रांस लंबे समय से आर्थिक, सांस्कृतिक और राजनीतिक रणनीतिक यह साझेदार रहे हैं। मजबूत लोकतंत्र के प्रति हमारी आस्था और संपूर्ण विश्व में शांति की कामना हमारे आपसी संबंधों के आधार हैं। आज दुनिया में सुरक्षा के साथ साथ इकोनॉमिक और जियो स्ट्रेटेजिक मुद्दे नए नए रूप में हमारे सामने आ रहे हैं। इनका लगातार सामना करते हुए हम दो बड़े लोकतंत्र, एक अस्थायी, सक्रिय और फ्यूचर ओरिएंटेड संबंध बनाने और बढ़ाने में यह कामयाब रहे हैं। हमने न सिर्फ एक दूसरे की जरूरतों और चुनौतियों को गहराई से समझा है, बल्कि उनसे पार पाने की दिशा में कदम से कदम मिलाकर हम आगे बढ़ रहे हैं। साथ ही വ്യോമസേനയുടെ साथ കരുത്ത് ही കൂട്ടുന്ന हम दोनों देश റഫാൽ വിമാനങ്ങളുടെ ഔപചാരികമായ സേനയോടുള്ള ചേർക്കൽ അവിടെ വലിയ ചടങ്ങും ആഘോഷവുമായിട്ട് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട അഭ്യാസ പ്രകടനങ്ങൾ അടക്കമുള്ളവ അംബാലയിൽ നടന്നിരുന്നു. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. അതിർത്തിയിൽ